നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ ഹെയ്ത്തിക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് വിജയിച്ച് കയറുമ്പോൾ ഒരിക്കൽ കൂടി ആ റെക്കോർഡ് തിരുത്തി കുറിക്കപ്പെടുകയാണ്. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച ടീം എന്ന റെക്കോർഡ് ജർമ്മനി കഴിഞ്ഞ കളിയിൽ കുറസാവോക്കെതിരെ 7-1 വിജയം നേടിക്കൊണ്ട് തിരുത്തി കുറിച്ചിരുന്നല്ലോ. അത് ബ്രസീൽ തിരികെ സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗെയിം ഓൺ എന്ന് പറയണം. അടുത്ത കളിയിൽ ജർമ്മനി വീണ്ടും ഇത് മറികടക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ തമ്മിലുള്ള പോരാട്ടം തുടരും. യെസ് ബ്രസീലിൻ്റെ ഈ 3 ഗോൾ വിജയത്തോടുകൂടി ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ 241 ഗോളുകളുമായിട്ട് ബ്രസീൽ വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് തിരികെ എത്തി. ജർമ്മനിക്ക് 239 ഗോളുകളാണുള്ളത്. അടുത്ത കളിയിൽ അവർ 2 ഗോൾ അടിച്ചാൽ വീണ്ടും ബ്രസീലിനൊപ്പം എത്തും. 3 ഗോളാണെങ്കിൽ ബ്രസീലിന് മറികടന്ന് വീണ്ടും 1-ാമതെത്തും. ഏതായാലും ഇക്കാര്യത്തിൽ 3-ാമതുള്ള അർജൻറ്റീനയൊക്കെ ഏറെ പുറകിലാണ്. അർജൻറ്റീനയ്ക്ക് 155 ഗോളുകളേ ഉള്ളൂ. 4-ാമതുള്ള ഫ്രാൻസോ വീണ്ടും പുറകിലാണ്, 139 ഗോളുകളേ ഉള്ളൂ. 5-ാമതുള്ള ഇറ്റലി ഈ വേൾഡ് കപ്പേ കളിക്കാനില്ല, 128 ഗോളേ ഉള്ളൂ. 6-ാമത് സ്പെയിന് 108 ഗോളുകൾ. 7 ഇംഗ്ലണ്ട് അത്ര തന്നെ 108 ഗോളുകൾ. നെതർലൻഡ്സിന് 98 ഗോളുകൾ, അവരാണ് 8-ാമത്. ഉറുഗ്വായ് 90 ഗോളുകൾ, അവരാണ് 9-ാമത്. 10 ഹംഗറി 87 ഗോളുകൾ. ചുരുക്കത്തിൽ ബ്രസീൽ ജർമ്മനി പോരാട്ടം തുടരും. അല്ലെങ്കിലും വേൾഡ് കപ്പിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഈ 2 ടീമുകളോളം ചരിത്രം എഴുതിയ മറ്റാരുണ്ട്, മറ്റേത് ടീമുണ്ട്? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.